എന്നാലും മാഷേ, ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു. പക്ഷെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മൾ കർമ്മം ചെയ്യാം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് വന്നോളും. അല്ലാതെ അതിന് പലരും പലതും പറയും. പക്ഷെ അതല്ല, നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാം, അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടും. ആരും എന്തോ പറയട്ടെ, അതിന് നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. എന്താ അഭിപ്രായം? അതിനാണ് മാഷേ, ചില ആൾക്കാർ കർമ്മത്തിൻ്റെ ഫലത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ലാതെ കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം പിന്നീട് വരുന്നല്ല ചിന്തിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബാങ്കിൽ, എൻ്റെ മക്കൾ ബാങ്കിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ഒരു ലോൺ അപേക്ഷിച്ചു ബാങ്കിൽ, കുറച്ച് ഭൂമിയാണ്. പക്ഷെ ഭൂമി വാങ്ങി നഷ്ടത്തിലായി. അപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഭൂമി വാങ്ങി, അതും നഷ്ടമായി. എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അതും നഷ്ടമായി. അപ്പോൾ ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ കർമ്മം എനിക്ക് നിരാശയാണ് കിട്ടിയത്. അപ്പോൾ ആ നിരാശയിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു, ഇപ്പോൾ ഒന്ന് പണിയാവട്ടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തിട്ടാവട്ടെ, അപ്പോൾ അതെന്തെങ്കിലും ചെയ്തു. പക്ഷെ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുകയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്ന ഒരവസ്ഥയാവും. ലാഭം കിട്ടുമ്പോൾ ഇത് ലാഭമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നതിന് നമുക്കൊരു പ്രതിഫലം കിട്ടിയാൽ കിട്ടട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നത്, അതൊരു അവസ്ഥയാണ്, വിട്ടുകൊടുക്കുന്ന അവസ്ഥ. അല്ലാതെ നമുക്കതിൽ ഒരു ലാഭമുണ്ട്, നമുക്ക് അത് കിട്ടിയേ തീരൂ, അതൊക്കെ മനസ്സിന്റെ ഓരോ തോന്നലുകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോവുക, കിട്ടേണ്ട കാര്യങ്ങൾ അത് ഒരു സമയത്ത് നമുക്ക് വന്ന് ചേരും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു വിൽ പവർ വേണം, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണി സത്യസന്ധമായി നമ്മുടെ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അത് പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യരുത്. നമ്മുടെ മനസ്സാക്ഷിക്കും മറ്റുള്ളവർക്കും കുഴപ്പമാവാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ഒരു രീതി, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അവരുടെ ഇഷ്ടത്തിൽ വേറെ എന്തെങ്കിലും ആയിപ്പോകും. അപ്പോൾ അതല്ല വേണ്ടത്. നമ്മൾ ഒരു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൽ വേണ്ടവർക്ക് സ്വീകാര്യം ചെയ്യപ്പെടും. അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് പിന്നീട് കിട്ടും. ഇതൊരു പ്രപഞ്ച സത്യമാണ്, അത് തന്നെ കർമ്മം. അല്ലാതെ നമ്മൾ ലാഭേച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതൊരു ബിസിനസ്സായി മാറും. മനസ്സിലായില്ലേ? അതാണ് അതുപോട്ടെ. പിന്നെ ഈ കർമ്മത്തെ പറ്റി തന്നെ പറയുമ്പോഴേ, പാരമ്പര്യവും യുക്തിയും അതും രണ്ട് തലത്തിലാണ്. ഇത് പരസ്പരം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അത് കൊണ്ടുപോകുന്ന അവിടെയാണ് നമ്മുടെ വിജയം. എന്താ അഭിപ്രായം മാഷിനെ? അത് സംഭവം ശരിയാണ്. അതായത് നമ്മൾ നായരെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ പാരമ്പര്യവും യുക്തിയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളൊരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരിക. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് തലമുറകളായിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പോൾ ആ പാരമ്പര്യവും നമ്മളെ നിലവിലുള്ള ജീവിതത്തിന്റെ യുക്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് കർമ്മഫലം കിട്ടും. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, പക്ഷെ കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലേ? അല്ല നേരെ? അതായത് ഈ അച്ഛനമ്മമാരെ അംഗീകരിക്കുക, പ്രായത്തിന് മൂത്തവരെ അംഗീകരിക്കുക, അതേപോലെ ഗുരുക്കന്മാരെ അംഗീകരിക്കുക, ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. പക്ഷെ പഴയ കാലഘട്ടപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തർ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞിട്ട് അത് അടിച്ചേൽപ്പിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? യുക്തിക്ക് നിരക്കാത്തതോ അതൊന്നും ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ വിലപ്പോയിന്ന് വരില്ല. അതാണ് പല സ്ഥലത്തും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് പഴയ കാലത്തിന്റെ ഒരു സംഭവമാണ്. അതല്ല, ഇതാണ് പുതിയ കാലത്തിന്റെ സംഭവം. അത് പിന്നെ ജാതീയത, വർഗീയത, അതൊക്കെ വലിയ സ്വൈരക്കേടിലാവും. നിറത്തിന് നോക്കിയിട്ടൊക്കെ ആളുകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഈ പാരമ്പര്യത്തിന്റെയും
പഴയ പൈതൃകത്തിന്റെ ഒക്കെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരവസ്ഥ. അപ്പൊ മനുഷ്യൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഈ കാലഘട്ടത്തിന് പറ്റിയ പോലെ തന്നെ കുറച്ച് വിശാലമായി കണ്ട ഇവിടെ ഒരു വിഷയമില്ല. എന്നെപ്പോലെ തന്നെ നിന്നെയും അംഗീകരിക്കാൻ പഠിക്കണം. അവിടെയാണ് നമ്മുടെ സമത്വം വരുന്നത്. ഇവിടെ അതല്ല, ഓരോരുത്തരും സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്. അതാണ് പഴയ പാരമ്പര്യത്തിന്റെ അത് മാറ്റാൻ പറ്റില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അവിടെ ഈ സ്വകാര്യ താല്പര്യം വരുന്നുണ്ട്. എന്താ അഭിപ്രായം? ശരിയാണ്. നമ്മള് എവിടെ പറഞ്ഞെടുത്തത്? നമ്മൾ പറഞ്ഞു അത് ഞാൻ പറഞ്ഞേക്ക്. അതായത് നമ്മള് യുക്തി എന്ന് പറയുന്നത് അത് ഒരു നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ യുക്തിനെ നമ്മൾ നല്ല വൃത്തിയിലായി നല്ലൊരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് ആ യുക്തിനെ അരിച്ചെടുത്ത ഒരു വളരെ വ്യക്തത ഉള്ള ഒരു യുക്തിനെ നമ്മളെ സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പാരമ്പര്യ യുക്തിനെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ വെറും യുക്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. നാം പറഞ്ഞത് വെച്ചാൽ കർമ്മഫലാണ്. യുക്തിനെയും അതേസമയം പാരമ്പര്യത്തിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് കർമ്മത്തിന്റെ ശരിയായ വഴിയിലേക്ക് നമ്മളെ നടക്കാൻ കഴിയുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് കേട്ടോ. അല്ല പക്ഷെ കർമ്മം അല്ല പക്ഷെ ഒരു സംശയം, നമ്മൾ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? യുക്തിനെയും പാരമ്പര്യത്തെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിട്ടാണോ, അല്ല പാരമ്പര്യത്തിന് മാത്രമാണോ, അല്ല യുക്തി മാത്രമാണോ, അല്ല നമുക്ക് തോന്നുമ്പോഴുള്ള കാഴ്ചപ്പാടിനനുസരിച്ച് കർമ്മം ചെയ്യലാണോ? അതിനെപ്പറ്റി സംശയം. നിങ്ങൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. നമ്മളെ പരിസരത്തിലേക്ക് നോക്കൂ. നമ്മളെ പ്രകൃതി, പുഴകള്, കാടുകൾ, മലകള്, പ്രകൃതി സമ്പത്ത്, ഇതൊക്കെ നമ്മളെ പാരമ്പര്യങ്ങൾ തന്നെയാണെന്നുള്ളത് യാതൊരു തർക്കമല്ല. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാവണം കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ആ കർമ്മഫലം നമുക്ക് നമ്മളെ തലമുറയ്ക്കും നമുക്ക് എല്ലാവർക്കും ലഭിക്കും. അപ്പൊ നിങ്ങളെ സംശയത്തിന് ഇതായില്ലേ, ക്ലിയർ ആയില്ലേ, ഉത്തരം കിട്ടില്ലേ? അതായത് അറിവില്ലായ്മയിലൂടെ ചെയ്യുന്ന കർമ്മവും അറിവോടുകൂടി ചെയ്യുന്ന കർമ്മവും രണ്ടും രണ്ടാണ്. പക്ഷെ നമ്മുടെ യുക്തിയോട് കൂടിയിട്ട് നമ്മളൊരു കാര്യത്തിനെ കാണുക, എന്നിട്ട് കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വര ലക്ഷ്യം. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? യുക്തി വിശകലനം ചെയ്തിട്ട് കറക്റ്റായിട്ട് കർമ്മം ചെയ്യുക. അതെ, അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോ കാര്യങ്ങള് രണ്ടു കൂട്ടർക്കും മനസ്സിലാവും, മറ്റുള്ളവർക്ക് അതിന്റെ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ അത് യുക്തിനെ വിശകലനം ചെയ്യണം. അതെ, വിശകലനം ചെയ്യണം. നമ്മളിപ്പോ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതെ. അത് നമ്മൾ അങ്ങോട്ടുള്ള പരസ്പരമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോ അവിടെ കർമ്മം ശരിയാവും. അപ്പൊ അതിന് ക്ലിയർ ആയിട്ടുള്ള ഫലം കിട്ടും. അത് കിട്ടുകയും ചെയ്യും, അല്ലെ? അതാണ് കൂട്ടായ്മ. ഓക്കെ. എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികര് കുറെ തെറ്റായ കുറെ കർമ്മഫലങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പറയും അതാണ് ശരിയെന്ന്. അപ്പോ നമ്മളും ആ തെറ്റ് ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തെറ്റ് നമ്മളിലൂടെ തിരുത്താ ചെയ്യേണ്ടത്. അവർ ചെയ്ത കുറെ മണ്ടത്തരങ്ങള് അതും കർമ്മഫലമാക്കിയിട്ട് അന്ന് ബന്ധമുണ്ടായിരുന്നു, ഇന്നും അത് ഫോളോ ചെയ്യാൻ വേണ്ടി അവർ പറയുന്നു. പക്ഷെ അത് ഫോളോ ചെയ്യരുത്, അതിനെ നമ്മൾ മാറ്റി നിർത്തപ്പെടണം. അതാണ് ഇപ്പൊ വേണ്ടത്. അതെ, കർമ്മവും സമീപകാലത്തിലെ യുക്തിപരമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ പവർ വളരെ ശക്തിയായ രീതിയിൽ, സത്യസന്ധമായ രീതിയിലുള്ള അപ്പൊ കറക്റ്റായിട്ട് ഈ പ്രപഞ്ചമല്ല,
ഈ പ്രപഞ്ചം, അതെ, അതിന്റെ ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചം ആ, നമുക്ക് അതിന്റെ പ്രതിഫലിക്കും. അതെ, അതാണ് വേണ്ടത്. അപ്പൊ എന്താ നിങ്ങൾ അഭിപ്രായം പറയും? ഇതിനെന്താ ഇത് ക്രോഡീകരിക്കും? അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിനുള്ള മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് കൂടിയാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. എന്താണ് ഇതാണ് മെസ്സേജ്. നമ്മൾ കറക്റ്റായ ഒരു വീക്ഷണം അത് നമ്മൾ കർമ്മത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവരത് നല്ലത് തിരിച്ചറിയാം. ഈ കാലഘട്ടത്തിൽ നല്ലത് തിരിച്ചറിയുന്ന ആളുകൾ വളരെ കുറവാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിപാടി നടത്തുന്നത്. അത്രയേറെ വഷളാണ് അവിടെ കാര്യങ്ങൾ. അപ്പോൾ യുക്തിയിലും പാരമ്പര്യത്തിലും കൂട്ടി യോജിച്ചിട്ട് അതെ, നമ്മൾ കർമ്മം ചെയ്യാം. പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിന് നല്ല പാരമ്പര്യം, നല്ല അണ്ടകടാകത്തിലെ കുറെ മണ്ട പാരമ്പര്യം ഉണ്ട്, അതിനെ നമ്മൾ കൊണ്ടുവരുന്നത്, അതിനെ ഒഴിവാക്കുക. എന്നിട്ട് നല്ല പാരമ്പര്യങ്ങൾ അതിൽ നല്ലത് മാത്രം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മുടെ വീട്ടിൽ കറക്റ്റായിരിക്കും. അത് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ കുറച്ച് പരിപാടി എന്റെ കർമ്മഫലങ്ങളൊക്കെ അങ്ങനെ കർമ്മഫലം മോശ നല്ലതൊന്നുമില്ല. ഫലങ്ങളൊക്കെ വളരെ അതൊക്കെ നമ്മൾ നന്നാക്കി എടുക്കുന്നു. നമ്മൾ അതിനു വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ശരിയാണ്, നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ്, ഒരു ചിന്ത, അതിലാ പറഞ്ഞ സാധനം നന്നായി വരും. നമ്മൾ മോശമാണ്, നമ്മൾ കറക്റ്റല്ല, ആ തോന്നൽ ആദ്യം ഒഴിവാക്കാം. നമ്മൾ കറക്റ്റാണ്, ഇനി നമ്മൾ അതിലേക്കാണ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഇനി പാരമ്പര്യത്തിലോ വേറെ ആരെങ്കിലും കാരണവശാൽ എന്തെങ്കിലും മോശം വന്നൂന്നോ ഒക്കെ ഇരിക്കട്ടെ, അതിൽ നമ്മൾ മോശം എന്നൊന്നും അർത്ഥമില്ല. അത് നമ്മുടെ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മൾ മോശം എന്നുള്ളതൊക്കെ. ആദ്യം നമ്മൾ കറക്റ്റാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിയിരിക്കുക. പിന്നെ നമ്മുടെ കാഴ്ചപ്പാട് ആ നന്മയിലേക്ക് ഓരോന്ന് കൂട്ടിച്ചേർത്ത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് അത് ചെയ്യുമ്പോൾ എല്ലാം നന്നാവും. അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല, ഒക്കെ പോസിറ്റീവാണ്. നമ്മൾ സമൂഹത്തിനോട് പറയാനുള്ളത് ഓരോരുത്തരും ഒരു അജണ്ട. നമ്മൾ ഈ സമൂഹത്തിനോട് പിന്നെ പൊതുസമൂഹത്തിനോട് പക്ഷി മൃഗാദികളോട് അതുപോലെ തന്നെ ഈ ഭൂമിയോട് എല്ലാം കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ പരസ്പര പൂരകങ്ങളാണ്. ഒന്നും ഇതിൽ തള്ളിക്കളയാനില്ല. അത് ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് പെരുമാറുമ്പോൾ അങ്ങനെയല്ല മൊത്തത്തിൽ ശരിയാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുട്ടായിൻ്റെ കടലാസ് ഏത് വേസ്റ്റ് അതുകൊണ്ട് അത് ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗം അത് നമ്മൾ എടുത്തിട്ട് എവിടെയാണ് കൊണ്ടുവരിക. ഒരാൾ എന്തെങ്കിലും ഒരു മോശമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പറ്റുന്നതാണെങ്കിൽ നമുക്ക് പറയാം, ചെയ്യുക, സഹകരിക്കുക, അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ ഒരു മാതൃകയായി പൊതുസമൂഹം. അങ്ങനെയല്ലേ നല്ലൊരു സമൂഹം ഉണ്ടാവുന്നു. ശരിയല്ലേ? ഓക്കെ, അതെ, ഓക്കെ.